വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തു പറ്റി മാത്തുച്ചേട്ടാ? എന്റെ മുത്തുമണി മാത്തുച്ചേട്ടൻ എന്തു പറ്റി? ദുഃഖാർദ്രമായല്ലോ സംസാരിക്കുന്നത്. മാത്തുച്ചേട്ടൻ ഒരു പ്രശ്നം വന്നാ സുഹരി ഉസ്താദ് മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങും. എന്താ വിഷമം എന്നോട് പറ, കേക്കട്ടെ. സാധാരണ മുദ്രാവാക്യമല്ലേ മാത്തുച്ചേട്ടാ? ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് വിളിക്കുന്നല്ലേ. ഈ വിളിക്കുന്ന ആരാ? മാത്തുച്ചേട്ടന്റെ കൊച്ചച്ഛന്റെ മക്കളല്ലേ? നമ്മൾ ഭായി ഭായി അല്ലേ? അവരാ മുദ്രാവാക്യം വിളിച്ചോട്ടെ. പിന്നെ എന്ത് പറ്റി? എന്താ വിഷമം എന്താണ്? അത് പറ, കേക്കട്ടെ. ഈ വിഷമം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത്. മുന്നും പിന്നും നോക്കത്തിൽ എന്നെ തടയരുത്. എന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മാത്യു ചേട്ടന്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാണ്. ഞാൻ ചാടി ഇറങ്ങുകയാണ്. എന്താ കേക്കട്ടെ. മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. സംഘപരിവാറിന്റെ തീവ്രവാദികൾ ബജരാങ്കൾ അയ്യോ ആരാ? പല ഗ്രൂപ്പുകൾ ഏകദേശം 150 മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. സംഘപരിവാറിന്റെ തീവ്രവാദികൾ ബജരാങ്കൾ പല ഗ്രൂപ്പുകൾ ഏകദേശം 150. അല്ല, ഈ ലോകത്ത് ആകപ്പാടെ തീവ്രവാദം എന്ന് പറയുന്ന പേര് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലേ ചേരുക? അങ്ങനല്ലേ ചേട്ടൻ ഇതുവരെ പറഞ്ഞിരുന്നത്? അപ്പൊ സംഘപരിവാർ തീവ്രവാദികളാ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ മാത്യു ചേട്ടാ. ഒരു അടിയം കൊണ്ടുവന്നുണ്ടല്ലോ. ബാക്കി കേക്കട്ടെ. 200ഓളം പേര് ചേർന്ന് ഒരു ഗ്രാമത്തില്, അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം 80ഓളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തില് കുറച്ച് ബജരാങ്കളും RSS മറ്റ് ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നഗ്നരാക്കുന്നു. കുറച്ച് പേരെ, ഒരു 5-6 പേരെ. എന്നിട്ട് അവിടുത്തെ പോലീസുകാർ അതിൻ്റെ കൂടെ കൂടുന്നു. അതായത് സ്റ്റേറ്റ്. നിങ്ങൾ ആ വിഷ്വല് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എത്രമാത്രം ഭയാനകമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. ഭയാനകം, അങ്ങേയറ്റം ഭയാനകം. വളരെ ദുഃഖം തന്നെയാണ്. അല്ല ചേട്ടാ, 2 ആഴ്ചക്ക് മുമ്പ് ചേട്ടനല്ലേ പറഞ്ഞത് ഞങ്ങൾ 2 കൂട്ടരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് കളയും, എംഭാം ചെയ്ത് കളയും, തൊലച്ച് കളയും എന്നൊക്കെ മറന്നുപോയാ? ഒന്ന് കേട്ടു നോക്കി. ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങളെ പൊളിറ്റിക്കലി അല്ല, നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംബാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും, കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും. ചേട്ടൻ പറഞ്ഞ നിങ്ങളിപ്പോ ഈ ദളിത് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഈ ടീമും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളെ തൊലച്ചു കളയുന്ന പറഞ്ഞത്. ഇതിപ്പോ അവര് നിങ്ങളുടെ മൂട്ടിലോട്ടാണല്ലോ വെച്ചത്. ഇപ്പോ ഷേടാ, നിങ്ങൾ തൊലക്കുന്നില്ലേ? ഞങ്ങളെ തൊലക്കുന്നില്ലേ? ഇതെന്ത് പണിയാണ്? നിങ്ങൾ 2 പേരും കൂടെ കൂടി ഞങ്ങളെ തൊലക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് നിങ്ങളുടെ മുട്ടിലാണല്ലോ വെച്ചത്. എന്നിട്ടാണെങ്കിൽ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ് മാത്യു ചേട്ടാ. ഇതൊരാളെ ശാപമാണ് കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ മൂങ്ങുന്നുണ്ടല്ലോ, ഈ മൂങ്ങല് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഇതിനൊരു വിലയുണ്ടായിരുന്നു. എപ്പം? ബഹുമാനപ്പെട്ട ഗ്രഹാൻ സ്റ്റെയിൻ, അദ്ദേഹം ഒരു പ്രബോധകനായിരുന്നു. അദ്ദേഹത്തെയും 2 കുട്ടികളെയും കൂടെ കാറിലിട്ട് കത്തിച്ചു കൊന്ന ആരാണെന്ന് ചേട്ടൻ അറിയാമല്ലോ. ഏതെങ്കിലും ഒരു ക്രൈസ്തവ മീറ്റിങ്ങിൽ, ഒരു സിനഡ് കൂടിയപ്പോൾ 2 വരെ അദ്ദേഹത്തിന് ഓർക്കാൻ, പ്രതിഷേധം വേണ്ട, ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ മാത്രമായിരിക്കും ഇരയാവുക എന്നുള്ളത്. വേട്ടക്കാരൻ്റെ കണ്ണിൽ മുസ്ലിം മാത്രമല്ല ഇര. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയതിരിക്കട്ടെ, ഇനി പിന്നാലെ വരും. ഇതും കൊണ്ടൊന്ന് കണ്ടോ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. RSS മറ്റ് ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നമ്മുടെ ചെക്കന്റെ ചിരിയും കൊണ്ടൊന്ന് കണ്ടോ.